വലിയ തോതിലുള്ള വികസന പദ്ധതികൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സഹായമാണ് കേരളത്തിന് കിട്ടുന്നത്. നമ്മുടെ ഫെഡറൽ ഭരണഘടന അനുസരിച്ച് പല പദ്ധതികളും സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. അവിടങ്ങളിലെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടും സാമ്പത്തിക പരാധീനതയും കേന്ദ്ര പദ്ധതികളുടെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നതിന് തടസ്സമാവുന്നു. ഉദാഹരണം, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഉദാഹരണത്തിന് ജൽജീവൻ മിഷൻ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുടിവെള്ളത്തിന്റെ പ്രശ്നം. അപ്പൊ ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ മോദി സർക്കാർ അതിന്റെ ഒരു അഭിമാന പദ്ധതിയായി നടപ്പാക്കിയ പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. ആ ജൽജീവൻ മിഷൻ പദ്ധതി കേരളത്തിൽ ഇപ്പോൾ താറുമാറായിരിക്കുകയാണ്. ഇതിനോടകം ജൽജീവൻ മിഷൻ അനുസരിച്ചുള്ള പൈപ്പ് വഴിയുള്ള കുടിവെള്ള വിതരണം നൽകി കഴിഞ്ഞു. ഇത് 50-50 അനുപാതത്തിലാണ്. അതായത് 50% കേരളവും 50% കേന്ദ്രവും ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പക്ഷെ ഇപ്പൊ ഈ പദ്ധതി അവതാളത്തിലായിരിക്കാണ് മുടങ്ങിയിരിക്കുക. അതിനുള്ള കാരണം കേന്ദ്രം നൽകിയ അത്രയും തുക, അതായത് 7,956 കോടി രൂപ ഈക്വലായിട്ട് കേരളം നീക്കിവെക്കണം. അവരിപ്പോ ചെയ്തിരിക്കുന്നത് 7,956 കോടി രൂപ ചെലവഴിച്ച് ഈ പദ്ധതി നടപ്പാക്കി. അപ്പൊ ഇപ്പൊ നടപ്പാക്കിയതിന്റെ ഇരട്ടി ആൾക്കാർക്ക് ഇത് കിട്ടേണ്ടതാണ്. ഇവരെ ഈ കാശില്ല. അപ്പൊ നമ്മൾ കേന്ദ്രം കൊടുക്കുന്ന പണം കൃത്യമായിട്ട് ട്രഷറിയിൽ വരുന്നു. അത് ഉപയോഗിക്കണമെങ്കിൽ അവരും അത്ര തന്നെ പണം നീക്കിവെക്കണം. ഇപ്പൊ അവരുടെ പണം നീക്കിവെക്കാനില്ലാത്തത് കൊണ്ട് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് കിട്ടേണ്ട ഈ പ്രയോജനം ഇപ്പൊ മുടങ്ങിയിരിക്കുക. കരാറുകാരെ കുടിവെള്ള പദ്ധതിയിൽ പണിയെടുക്കാൻ തയ്യാറാവുന്നില്ല. 6,000 കോടി രൂപയുടെ കുടിശ്ശികയാണ് കേരള സർക്കാർ PMAY. ഇപ്പൊ റൂറൽ PMAY ഉണ്ട്, അർബൻ PMAY ഉണ്ട്. ഇവര് ലൈഫ് മിഷൻ ആയിട്ടാണ് അത് നടപ്പാക്കുന്നത്. കേന്ദ്ര വിഹിതം ഓൾറെഡി വന്നിട്ടുണ്ട്. 7 ലക്ഷത്തോളം വീടുകളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറായില്ല. കാരണം അവരുടെ ഈ കാശില്ല, സ്റ്റേറ്റിന്റെ വിഹിതം വെക്കാനില്ലാത്തത്. എന്നാൽ മോദിയുടെ വിഹിതം, കേന്ദ്രത്തിന്റെ വിഹിതം ഓൾറെഡി കേരളത്തിൽ വന്നിട്ടുണ്ട്. ഗ്രാമീൺ സഡക് യോജന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. കാരണം സാധാരണക്കാരനെ ബാധിക്കുന്നത്, ദേശീയപാതയൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഗ്രാമീൺ സഡക് ബാധിക്കുന്ന ഒരു ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ നന്നാക്കുന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പ്രകാരം 2300 കിലോമീറ്റർ റോഡ് ഇതിനോടകം കേരളത്തിൽ പണിതിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ അതുപോലത്തെ സ്ഥാപനങ്ങളെല്ലാം വഴി. അതിന്റെ ഷെയർ സെൻട്രലിന്റെ 60%, സ്റ്റേറ്റിന്റെ 40%. യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ഇതിനോടകം 1,598 കോടി ഇതിനു വേണ്ടി നൽകിയിട്ടുണ്ട്. 1,598 കോടി രൂപ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 21 മുതൽ 25 വരെയുള്ള കാലയളവിൽ ഇതിനോടകം കേരളത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് പലയിടത്തും ഗ്രാമീൺ സഡക് യോജന റോഡ് നിർമ്മാണം സ്തംഭിച്ചിരിക്കുക. അവിടെ കരാറുകാരൻ കരാറെടുക്കാൻ തയ്യാറാവുന്നു. വളരെ പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുമായിരുന്ന പല പദ്ധതികളും ഈ സംസ്ഥാന ഗവൺമെന്റുകളുമായി ചേർന്ന് ഇത് നടപ്പാക്കേണ്ടി വരുന്ന ഗതികേട് കൊണ്ട് നേരിട്ട് അത്രയും വീതം കേന്ദ്രത്തിന് നടപ്പാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ദേശീയപാത വികസനം പോലെ നടപ്പാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഈ പദ്ധതികളെല്ലാം കേന്ദ്രവും സംസ്ഥാനവും ചേർന്നാണ് നടപ്പാക്കുന്നത്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേട്, അവരുടെ കയ്യിൽ അവരുടെ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി, അത് പരിഹരിക്കാൻ അവർക്ക് മാർഗമില്ല. ഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ഗൗരവമേറിയ ഇത്തരം ജനകീയ വിഷയങ്ങൾ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പദ്ധതി വന്നിട്ടുണ്ട്. അമൃത് നഗരം പദ്ധതിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇഷ്ടംപോലെ പണം കിട്ടിയിട്ടുണ്ട്. പച്ചക്കറി മാർക്കറ്റിന് പണം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇതിനെന്താ പുതിയ സാധനം കഴിഞ്ഞ ദിവസം ഫുഡ് സ്ട്രീറ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന മന്ത്രിമാരാണ്. ഇവരൊരു കാശ് മുടക്കാതെ കേന്ദ്രത്തിന്റെ പണമാണ് ഇതിനെല്ലാം വരുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ വിഷയമായിരുന്നു നമുക്കറിയാം മാലിന്യ നിർമ്മാർജ്ജനം. 1ാം തരം പ്രോജക്റ്റ് ആവുന്നില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഗുണഭോക്താക്കൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നില്ല. അതിന് കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്. അവരുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ്.
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തന്നെ ഇതിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് കിട്ടുമ്പോൾ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. രാഷ്ട്രീയം നോക്കിയിട്ടാണ് അവിടെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള വയോവന്ദൻ യോജനയുണ്ട്. പൂർണ്ണമായിട്ടും ഒരു പൈസ ചെലവില്ലാതെ ആയുഷ്മാൻ ഭാരത് നേരിട്ട് നടപ്പാക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് കിട്ടുന്നില്ല. കാരണം ഇവരുടെ 2011 സെൻസസ് സർവേ അടിസ്ഥാനത്തിലാണ് അവർ നിശ്ചയിച്ചത്. പക്ഷെ 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും കിട്ടും. അവിടെ യാതൊരു പരിഗണനയും ഇല്ല. ദാരിദ്ര്യക്ക് താഴെയാണോ മുകളിലാണോ ഒന്നുള്ള ചോദ്യമില്ല. എല്ലാ 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും കിട്ടും. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൽ ഒപ്പുവെച്ചിട്ടില്ല. അപ്പൊ ഇത് ഗൗരവമായൊരു വിഷയമാണ്. ഇത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ നഗരസഭകളിലും അതാത് നഗരസഭകളിലെ പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റികളിലെ വികസന അജണ്ട ജനങ്ങളുമായി ചർച്ച ചെയ്ത് ഞങ്ങള് ഒരു ബദൽ രാഷ്ട്രീയം കേരളത്തിൽ ഇതുവരെ പാകമല്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ കേരളത്തിന് ശീലമല്ലാത്ത ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കണമെന്നാണ് ഞങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിശ്രമിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2015 തെരഞ്ഞെടുപ്പിലും 2020 തെരഞ്ഞെടുപ്പിലും അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണ NDAക്ക് ലഭിച്ച ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. 2015 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകൻ ലൈവിൽ പറഞ്ഞത് അപായകരമായ സൂചനയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും വരുന്നത്. അവിടെ 7 സീറ്റുകളിൽ BJP വിജയിക്കുക എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടാണ്. അവർ അതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഞങ്ങൾക്ക് 2 തെരഞ്ഞെടുപ്പിലും കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനേക്കാൾ 3 ഇരട്ടി സീറ്റുകളിൽ ചുണ്ടിലും കപ്പിനും ഇടയിൽ ഞങ്ങൾക്ക് സീറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 76 സീറ്റിൽ 45 സീറ്റുകളിലെ പത്രത്തിൽ എഴുതുന്നതും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിലവിൽ പാർട്ടിയുടെ കൗൺസിൽ പാർട്ടി ലീഡറായിട്ടുള്ള മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി നവ്യ ഹരിദാസ് കാരപ്പറമ്പ് വാർഡിൽ നിന്ന് ജനവിധി വീണ്ടും തേടുന്നതിനായിട്ട് തടമ്പാട്ട് താഴം, ഞാൻ പേര് വായിച്ച് പോവാം, ബാക്കി നിങ്ങൾ കോപ്പി തരും. വാർഡ് നമ്പർ 9 തടമ്പാട്ട് താഴം അനൂപ് കെ അർജുൻ. വാർഡ് നമ്പർ 10 വേങ്ങേരി ആതിര M. വാർഡ് നമ്പർ 11 പൂളക്കടവ് സുധീഷ് കുമാർ MC. വാർഡ് നമ്പർ 15 വെള്ളിമാട് കുന്ന് രേഖ ഷാജി. വാർഡ് നമ്പർ 16 മൂഴിക്കൽ കൃഷ്ണേന്ദു TK. വാർഡ് നമ്പർ 17 ചെലവൂർ രമ്യ P. വാർഡ് ഒന്ന് കൈയടിച്ചോ. വാർഡ് നമ്പർ 18 മായനാട് സുബ്രഹ്മണ്യൻ K. വാർഡ് നമ്പർ 19